നാളെ സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിന്. പിന്നെ വിചാരിച്ച് നാളെ ഇനി എന്തെങ്കിലും കാരണത്തിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ ചെയ്തത്. അപ്പോൾ ചെറിയൊരു സർപ്രൈസ്. ഇനി ആൾ വരുന്ന സമയം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൊളായുവേ. എന്നാലും ഞാൻ ഈ വീഡിയോ ഇടും കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീഡിയോസൊന്നും ഇടാത്തത്, എടുത്തു വെച്ചിരുന്നു, എഡിറ്റൊന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ഒരു സന്തോഷ വാർത്തയും കൂടെ എനിക്ക് പറയാനുണ്ട്, അത് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ദിവസമായിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസമല്ല, കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ബർത്ത്ഡേൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാനൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസ് കൊടുക്കുന്ന വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അതിനു മുമ്പ് പിറ്റേന്ന് ബർത്ത്ഡേൻ്റെ അന്ന് രാവിലെ നമ്മൾ അമ്പലത്തിലൊന്ന് പോയിരുന്നു. നമ്മൾ അടുത്തുള്ള ക്ഷേത്രമാണ് ചൊവ്വാമ്പലം. നമ്മൾ അവിടെ പോയിരുന്നു. അപ്പോൾ ഞാനും അച്ചുക്കുട്ടനും ഹസ്ബൻഡുമാണ് പോയത്. അപ്പോൾ ആരൂട്ടം വന്നില്ല, അവന് പനിയാണ്. അപ്പോൾ അവൻ എൻ്റെ വീട്ടിലായിരുന്നു ഉള്ളത്. അവിടെ പോയവരായിരുന്നു. നിൽക്കാൻ പോയപ്പോഴായിരുന്നു പനി. നമ്മളൊരു 3-4 ദിവസം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ആ പനിയും കൊണ്ട് ഇങ്ങോട്ടേക്ക് വരണ്ട എന്ന് പറഞ്ഞു. കാരണം മഴയൊക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാൻ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ഞാനും അച്ചുക്കുട്ടനും ഹസ്ബൻഡും മാത്രം പോയിട്ട് വന്നു. അത് കഴിഞ്ഞ് എനിക്ക് വർക്കിന് പോകാനായിരുന്നു. അപ്പോൾ ഞാൻ വർക്കിന് പോയി. അപ്പോൾ ഞാൻ അച്ചുക്കുട്ടനെ അംഗൻവാടിയിലാക്കി. അപ്പോൾ ഹസ്ബൻഡും വർക്കിന് പോയി. അപ്പോൾ ഈ കാണുന്ന വീഡിയോ ഞാൻ ബർത്ത്ഡേൻ്റെ തലേ ദിവസം കൊടുത്ത സർപ്രൈസിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ചെറിയൊരു ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതുകൊണ്ട് മുൻകരുതലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒന്നും കാര്യമായിട്ട് സാധനങ്ങളൊന്നുമില്ല. വരുന്ന വഴിക്കൊരു കേക്ക് വാങ്ങി, പിന്നെ കുറച്ച് ബലൂൺസ് വാങ്ങി. ഈ ബാനർ ഉണ്ടായിരുന്നു, ഹാപ്പി ബർത്ത്ഡേ ബാനർ വീട്ടിലുണ്ടായിരുന്നു. പ്രതീക്ഷയൊന്നും ഇല്ലാണ്ട് വന്നതാണ്. നാളെ സർപ്രൈസ് കൊടുക്കാമെന്നാണ് വിചാരിച്ചിന്. പിന്നെ വിചാരിച്ച് നാളെ ഇനി എന്തെങ്കിലും കാരണത്തിൽ കൊടുക്കാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഇന്ന് തന്നെ ചെയ്തത്. അപ്പോൾ ചെറിയൊരു സർപ്രൈസ്. ഇനി ആൾ വരുന്ന സമയം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൊളായുവേ. എന്നാലും ഞാൻ ഈ വീഡിയോ ഇടും കേട്ടോ. അപ്പം ഞാനും മക്കളും 3-4 ദിവസം വീട്ടിലായിരുന്നു. ഒരു ദിവസം ഒരാവശ്യത്തിന് നിൽക്കാൻ പോയതാണ്. പിന്നെ നോക്കുമ്പോൾ അന്നായിരുന്നു ചുഴലിക്കാറ്റൊക്കെ അടിച്ചത്. അപ്പോൾ 3-4 ദിവസം ഇവിടെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ മരമൊക്കെ പൊട്ടി വീണ് കറണ്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ മോൻ എക്സാം ആയതുകൊണ്ട് ഞാൻ അവിടെ നിന്നു. അപ്പോൾ കറണ്ടൊക്കെ ശരിയായിട്ട് വരാമെന്ന് വിചാരിക്കുമ്പോഴേക്കും മോന് പനിയായി. അപ്പോൾ അങ്ങനെ 2 ദിവസം അവിടെ സ്റ്റേ ആയി. അപ്പോൾ പിന്നെ ബർത്ത്ഡേൻ്റെ തലേന്നാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പം ഹസ്ബൻഡിനോട് ഞാൻ വരുന്നില്ല, മഴയാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പിന്നെ വന്നു. പിന്നെ വരുന്ന വഴിക്കാണ് കേക്ക് വാങ്ങിക്കാമെന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായത്. അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അവിടെ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഷീനുണ്ട്. അവിടെ കയറി കേക്ക് വാങ്ങി. അപ്പോൾ ആ കേക്ക് ചെറുതായിട്ട് എടുക്കുന്ന ചെരിഞ്ഞു പോയി. മഴയായിരുന്നു, ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ മോനെയും കൂട്ടിയിട്ട് വരുമ്പോൾ ചെരിഞ്ഞു പോയി. അപ്പോൾ കേക്ക് ചെറുതായിട്ടൊന്ന് പണി പാളി. പക്ഷെ ഞാനതൊരു കേടുപാടില്ലാണ്ട് ഞാൻ സെറ്റാക്കി. അപ്പം ഞാൻ ഹസ്ബൻഡ് വരുന്നതായിട്ട് വിളിച്ചുകൊണ്ട് നിന്നിരുന്നു, വീട്ടിലെത്തിയോ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഹസ്ബൻഡിനോട് ഞാൻ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞതായിരുന്നു. അപ്പോൾ സർപ്രൈസ് കൊടുക്കാമെന്ന് വെച്ചാൽ ഒളിച്ചിരുന്നതാണ്. പക്ഷേ പുള്ളിക്കാരന് ഞാൻ വിളിച്ചുകൊണ്ട് നിന്നേരം ഒരു ഡൗട്ട് തോന്നി. അപ്പോൾ ഏകദേശം നമ്മളിവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് പുള്ളിക്കാരൻ വാതിൽ തുറന്നത് കേട്ടോ. അപ്പോൾ ഞാൻ റൂമിൽ തന്നെയാണ് സെറ്റ് ചെയ്തത്, കാരണം സർപ്രൈസ് കൊടുക്കണമല്ലോ എന്ന് വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡ് പണിയും കഴിഞ്ഞ് വരുന്നവർ നമ്മൾ വെയിറ്റ് ചെയ്തു. ആളൊരു 10:45 ആവും പണി കഴിഞ്ഞ് വരാം. അപ്പോൾ അമ്മ ഉറങ്ങാനൊക്കെ പോയിരുന്നു. നമ്മൾ പറഞ്ഞു കേക്ക് മുറിച്ചിട്ട് ഇനി ഉറങ്ങാന്നെല്ലാം പറഞ്ഞു. ഉറങ്ങാൻ പോയി അമ്മയെല്ലാം വിളിച്ച് ഉണർത്തി. എന്നിട്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്തു. ഹാപ്പി ബർത്ത്ഡേ ടു യു പറയുന്നില്ല. ഓനെ തിന്നണ്ടേ ആക്രമണത്തിലാന്നുള്ളത്. എന്താകുമ്പോ ഇന്ന് തോണ്ടിക്കൊണ്ട് നിന്നിട്ടില്ല ഫ്രിഡ്ജിൽ പോയിട്ട്. അപ്പോൾ അച്ചുക്കുട്ടൻ എന്തായാലും എനിക്ക് സഹകരിച്ച് തിന്നാന്നിന്. കാരണം ബലൂണൊക്കെ ആൾക്ക് 2 ബലൂൺ കൊടുത്തു കഴിഞ്ഞാലും പിന്നെ വാശിയൊന്നും കാണിച്ചില്ല. അപ്പോൾ ഞാൻ ഇത്രയും ബലൂൺ പൊന്തിക്കുമ്പോൾ ഞാൻ വാതിലൊക്കെ അടച്ചെന്നാലും വാതിൽ തുറന്നപ്പോൾ ബലൂൺ പൊട്ടിച്ചിട്ടൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ അനങ്ങാണ്ട് ഒച്ചയാക്കാണ്ട് നിൽക്കുകയൊക്കെ ചെയ്തിരുന്നു സർപ്രൈസ് കൊടുക്കാൻ. പക്ഷെ ആൾ ഏകദേശം ഊഹം തോന്നിയതുകൊണ്ട് വലിയ രീതിയിൽ സർപ്രൈസ് ആയിട്ടില്ല. പക്ഷേ കേക്ക് അത് അങ്ങേറെ പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ചെറിയ രീതിയിലൊരു സർപ്രൈസ് കൊടുക്കാൻ പറ്റില്ല. ഞാൻ വേറെ ഗിഫ്റ്റൊന്നും കൊടുത്തിരുന്നു. പക്ഷേ ഞാൻ സർപ്രൈസ് ആയിട്ടല്ല ഗിഫ്റ്റ് കൊടുത്തത്, ആൾക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് പോയി വാങ്ങിച്ചു കൊടുക്കുകയായിരുന്നു. അപ്പം ഞാൻ കേക്ക് ഒരു കഷ്ണം മോന്തൊക്കെ ഇട്ട് വരച്ചു. ചങ്ങായിക്കത് പിടിച്ചില്ല, ഞാനതൊന്നും കാര്യമാക്കിയില്ല. അപ്പോൾ അമ്മ ഉറങ്ങാൻ പോകുന്ന ലുക്കിലായതുകൊണ്ട് കേട്ടോ ഇങ്ങനെ മുടിയൊക്കെ മേലെ കെട്ടിയത്. കാരണം അമ്മ പോയി കിടന്നതാണ്. അപ്പോൾ നമ്മൾ വിളിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അതാ ഷുഗർ ഉണ്ട് ചെറുതായിട്ട്. എന്നാലും കേക്ക് ചോക്ലേറ്റൊക്കെ കിട്ടിയാൽ മൂപ്പർ വിട്ടൂല കേട്ടോ. അപ്പോൾ ഞാൻ പറയലാന്ന് കേക്കും ഒന്നും അധികം തിന്നണ്ട, ഷുഗർ ഉണ്ട്. അപ്പം നമ്മൾ അന്ന് വൈകുന്നേരം നമ്മൾ സ്റ്റുഡിയോയിൽ പോയി. ചേട്ടന് രണ്ട് ഷോപ്പിൽ വേറെ കയറിയിരുന്നു കേട്ടോ. പക്ഷേ അവിടെ നിന്നൊന്നും ചേട്ടന് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ സ്റ്റുഡിയോ തന്നെ വന്ന്. ഇപ്പോൾ അധികം സ്റ്റുഡിയോ തന്നെയാണ് ചേട്ടൻ എടുക്കാറ്. അല്ലേ പിന്നെ ഓൺലൈനിൽ നിന്ന് ആണ് എടുക്കാറ്. ജിയോ, ആമസോൺ അങ്ങനെയാണ് എടുക്കാറായിരുന്നു.
അപ്പോൾ ഞാനെടുത്ത സൈസ് ഇഷ്യൂസ് വരുന്ന ലെങ്ത്ത് കുറവാണെന്നെല്ലാം പറഞ്ഞിട്ട് ഇടാണ്ട് നിൽക്കും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, അങ്ങേരെ തന്നെ കൂട്ടിയിട്ട് പോയിട്ട് അങ്ങേരക്ക് ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തു. ആ ചുളിവിന് ഞാൻ എനക്കുള്ളതും കൂടെ വാങ്ങി കേട്ടോ. ഞാൻ വലിയ രീതിയിലൊന്നും വാങ്ങിയില്ല, പക്ഷേ ഈ മാസം കുറേ പർച്ചേസ് ചെയ്തിരുന്നു, കുറേ ഓഫേഴ്സ് എല്ലാം കണ്ടുകൊണ്ട് കുറേ പർച്ചേസ് ചെയ്തിരുന്നു. എന്നാലും ഞാനൊരു ടോപ്പ് എടുത്തു. ഇതാണ് ചേട്ടനെടുത്ത ഡ്രസ്സ് കേട്ടോ. ചേട്ടൻ ട്രയൽ ചെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കുഞ്ഞു സന്തോഷം ഞാനൊരു വീഡിയോ ആക്കിയിട്ട് ഇട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.